ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഡിജിറ്റൽ ടെക്. ഇപ്പൊ 10th ICT ടെക്സ്റ്റ് ബുക്ക് ചേഞ്ച് ആയത് കാരണം നമുക്ക് കുറച്ച് പാടുണ്ട് അതൊന്ന് പഠിച്ചെടുക്കാൻ. കുറച്ച് സോഫ്റ്റ്വെയർ ഒക്കെ പുതിയതായിട്ടൊക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് ആദ്യം എത്ര പാർട്ട് ടെക്സ്റ്റ് ഉണ്ട്, എത്ര ചാപ്റ്റേഴ്സ് ഉണ്ട്, അതൊക്കെ ഒന്ന് അനലൈസ് ചെയ്യാം. നമ്മുടെ ഫസ്റ്റ് മിഡ് ടൈം ITയുടെ ഡേറ്റ് വന്നിട്ടുണ്ട്. നമ്മൾ സമ്പൂർണ്ണയിൽ അപ്ലോഡ് ചെയ്യുന്നതാണ് റിസൾട്ടൊക്കെ. അപ്പൊ എല്ലാവരും മാക്സിമം A+ തന്നെ വാങ്ങിക്കുക. എല്ലാവർക്കും ഈ വീഡിയോസ് ഉപകാരപ്രദമാകുമെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് വീഡിയോ കണ്ട് ഇഷ്ടമാവുകയാണെങ്കിൽ മറ്റുള്ള കൂട്ടുകാർക്ക് ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണുക, ലൈക്ക് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് കണ്ടന്റിലേക്ക് പോകാം. നമുക്ക് പാർട്ട് 1 ടെക്സ്റ്റിനകത്ത് 6 ചാപ്റ്റേഴ്സ് ആണുള്ളത്. 5 പ്രാക്ടിക്കൽ സെക്ഷനും ഒരെണ്ണം തിയറിയുമാണ്. ഓക്കെ, ഈ 6 ചാപ്റ്റേഴ്സിന്റെ പേരുകൾ നമുക്കൊന്ന് മനസ്സിലാക്കാം. ഇംഗ്ലീഷ് മീഡിയം ടെക്സ്റ്റിലും മലയാളം മീഡിയം ടെക്സ്റ്റിലും ഡിസൈൻ ഫാക്ടറി എന്നറിയപ്പെടുന്ന ഒന്നാമത്തെ ചാപ്റ്ററിൽ നമ്മൾ എങ്ങനെയാണ് പോസ്റ്റർ പ്രിപ്പയർ ചെയ്യുക എന്നാണ് പഠിക്കുന്നത്. ഏതൊരു ഇവന്റ് വന്നാലും, നമ്മുടെ സ്കൂളിൽ എന്തൊരു ഫംഗ്ഷൻ വന്നാലും നമ്മൾ മുന്നേ ഒരു പോസ്റ്റർ ചെയ്യും, ഇതിനുശേഷം നമ്മളൊരു വീഡിയോ ഒക്കെ ചെയ്യും അല്ലേ. അപ്പൊ പോസ്റ്റർ ചെയ്യാൻ എങ്ങനെയാ പഠിക്കുന്നതെന്നുള്ളതാണ് ഈ ഫസ്റ്റ് ചാപ്റ്ററിൽ പറയുന്നത്. ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന സോഫ്റ്റ്വെയർ ഇങ്ക്സ്കേപ്പ് ആണ്. 10th ക്ലാസ്സുകാർ പുതിയതായിട്ട് പഠിക്കുന്ന ഒരു സോഫ്റ്റ്വെയർ ആണ്, ഇതുവരെയും പഠിച്ചിട്ടില്ല. ഇങ്ക്സ്കേപ്പ് എന്ന് പറയുന്ന ഒരു പുതിയ സോഫ്റ്റ്വെയർ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതാണ് ഫസ്റ്റ് ചാപ്റ്റർ. അതുപോലെ തന്നെ അതിന് തൊട്ട് മുന്നേ, അതായത് നമ്മുടെ 9th സ്റ്റാൻഡേർഡിലൊക്കെ ജിംബ്, 8th 9th ജിംബ് പഠിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെയുള്ള ഒരു സോഫ്റ്റ്വെയർ ആണ് ഈ ഇങ്ക്സ്കേപ്പ്. വ്യത്യാസം എന്ന് പറയുന്നത് റാസ്റ്ററും വെക്ടറും തമ്മിലുള്ള വ്യത്യാസം പോലെ തന്നെ ഇങ്ക്സ്കേപ്പ് എന്ന് പറയുന്ന ഒരു വെക്ടർ ഇമേജ് എഡിറ്റിംഗ് സോഫ്റ്റ്വെയർ ആണ്. ജിംബ് എന്ന് പറയുന്ന ഒരു റാസ്റ്റർ ഇമേജ് എഡിറ്റിംഗ് സോഫ്റ്റ്വെയർ ആണ്. ആ ഒരു ഡിഫറൻസ് മാത്രമേ വരുന്നുള്ളൂ. എന്താണ് ഈ വെക്ടർ റാസ്റ്റർ എന്നുള്ളത് നമ്മൾ ചാപ്റ്റർ പഠിക്കുമ്പോൾ മനസ്സിലാക്കി തരാം. ദെൻ രണ്ടാമത്തെ ചാപ്റ്റർ എന്ന് പറയുന്നത് ലെറ്റ്സ് പ്രിപ്പയർ എ ന്യൂസ് പേപ്പർ. ഇതും ഒരു പുതിയ സോഫ്റ്റ്വെയർ ആണ്. സ്ക്രൈബേഴ്സ് എന്ന് പറയുന്ന ഒരു സോഫ്റ്റ്വെയർ ആണ് ഇതിനു വേണ്ടി യൂസ് ചെയ്യുന്നത്. പത്രത്താൾ ഒരുക്കാം എന്നാണ് മലയാള മീഡിയത്തിൽ ആ സെക്കൻഡ് ചാപ്റ്റർ അറിയപ്പെടുന്നത്. അതായത് നമുക്കൊരു ന്യൂസ് പേപ്പർ പോലെയുള്ള ഒരു പേപ്പർ എങ്ങനെ പ്രിപ്പയർ ചെയ്യാം, ഒരു ന്യൂസ് പേപ്പർ ന്യൂസ് പ്രിപ്പയർ ചെയ്യുന്ന രീതി പോലെയാണ്. ഓക്കെ, ദെൻ മൂന്നാമത്തെ ചാപ്റ്റർ കമ്പ്യൂട്ടർ ലാംഗ്വേജ്. 10th സ്റ്റാൻഡേർഡ് ഓൾറെഡി 9th പഠിച്ചതാണ് പൈത്തൺ എന്ന് പറയുന്ന ലാംഗ്വേജ്. പൈത്തൺ ലാംഗ്വേജിന്റെ കുറച്ച് അഡ്വാൻസ്ഡ് വേർഷൻ മാത്രമേ ഇതിൽ പറയുന്നുള്ളൂ. കഴിഞ്ഞ വർഷത്തെ പാറ്റേൺ നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ വർഷം ചോദിച്ച രീതിയല്ല ഇപ്രാവശ്യം പൈത്തണിലെ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് വരുന്നത്. കുറച്ച് ചേഞ്ച് വരുന്നുണ്ട്. നമ്മൾ കൂടുതലും എന്താണ് അതിന് പറയാ, പ്രോഗ്രാമിങ്ങിനാണ് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുക. കഴിഞ്ഞ പ്രാവശ്യം 10th ക്ലാസ് പഠിച്ചവർക്കറിയാം, അത് പാറ്റേണിനായിരുന്നു ഇമ്പോർട്ടൻസ്. ആ പാറ്റേണിലെ പ്രോഗ്രാം തരുന്നതിൽ കളർ മാറ്റുക, എണ്ണം കൂട്ടുക, കുറയ്ക്കുക, അതൊക്കെയായിരുന്നു ക്വസ്റ്റ്യൻസ്. പക്ഷെ ഇപ്രാവശ്യം നമുക്ക് ആ പ്രോഗ്രാം ആണ് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്. ദെൻ നാലാമത്തെ ചാപ്റ്റർ സൈബർ സ്പേസ്, സൈബർ പ്രപഞ്ചം എന്ന് പറയുന്ന ആ ചാപ്റ്റർ പൂർണ്ണമായും തിയറി പാർട്ട് മാത്രമാണ്. അതൊന്ന് വായിച്ച് മനസ്സിലാക്കി അതിൽ നിന്ന് വരുന്ന തിയറി ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യുക. പ്രാക്ടിക്കൽ സെക്ഷൻസ് ഒന്നും വരുന്നില്ല. ദെൻ അഞ്ചാമത്തെ ചാപ്റ്റർ മേക്ക് ദ വെബ് ലുക്ക് സ്റ്റൈലിഷ് എന്ന് പറയുന്ന ചാപ്റ്റർ ആണ്. അത് വെബ് പേജ് സ്റ്റൈലാക്കാം എന്ന് പറയുന്ന സോഫ്റ്റ്വെയർ ആണ്. HTML ആണ് നമ്മൾ അതിനകത്ത് യൂസ് ചെയ്യുന്നത്. HTML ബേസ് ചെയ്തിട്ടുള്ള സംഭവമാണ് നമ്മൾ ഇതിനകത്തേക്ക് ചെയ്യുന്നത്. അതായത് HTML നമ്മൾ 9th സ്റ്റാൻഡേർഡിൽ പഠിച്ചത് 3 രീതിയാണ്. അതായത് എന്തൊക്കെയാ, നമ്മൾ അതിനകത്ത് എങ്ങനെയാണ് കോഡിങ് ചെയ്യുക, അതിന്റെ വെബ് പേജ് എങ്ങനെയാ വരുന്നതെന്നാണ് നമ്മൾ പഠിച്ചത്. പക്ഷേ ഇപ്രാവശ്യം നമുക്ക് പഠിക്കാനുള്ളത് കസ്കേഡിംഗ് സ്റ്റൈൽ ഷീറ്റ് എന്ന് പറയുന്ന ഒരു സ്റ്റൈല് അപ്ലൈ ചെയ്യുന്നതിനെ പറ്റിയാണ്. 3 ടൈപ്പ് CSS ആണുള്ളത്: ഇൻലൈൻ, ഇന്റേണൽ, എക്സ്റ്റേണൽ. ഇത് 3ഉം പഠിക്കുന്ന സിമ്പിൾ ആയിട്ട് പഠിക്കാവുന്ന ഒരു ചാപ്റ്റർ ആണ് ഈ HTMLന്റെ വെബ് പേജ് സ്റ്റൈലാക്കാം എന്ന് പറയുന്ന ചാപ്റ്ററിൽ. ദെൻ ആറാമത്തത് ഒരു പുതുമയുള്ള ചാപ്റ്റർ ആണ് ദ വേൾഡ് ഓഫ് റോബോട്ട്സ്, റോബോട്ടുകളുടെ ലോകം. അത് നമ്മുടെ ഒഡിനോയൊക്കെ ഉപയോഗിച്ചിട്ട് നമുക്കൊരു റോബോട്ടിക് കിറ്റ് ഉപയോഗിച്ച് എങ്ങനെ ഒരു എക്സ്പെരിമെന്റ് ചെയ്യാം, LED ബൾബ് എങ്ങനെ കത്തിക്കാം, ഡോർ എങ്ങനെ ഓപ്പൺ ചെയ്യാം, ഫേസ് ഡിറ്റക്ഷൻ ഉപയോഗിച്ച് ഡോർ ഓപ്പൺ ചെയ്യുന്നത് എങ്ങനെ, സാനിറ്റൈസർ പ്രോഗ്രാം വർക്ക് ചെയ്യുന്നതിന്റെ പിന്നിലുള്ള രഹസ്യം, ഇതൊക്കെയാണ് നമ്മൾ ഇതിനകത്തൂടി പഠിക്കുന്നത്. സിമ്പിൾ ആണ്, മനസ്സിലാക്കിയാൽ പെട്ടെന്ന് ചെയ്യാവുന്ന ചാപ്റ്റർ ആണ്. ഓക്കെ, ഇത്രയും 6 ചാപ്റ്റേഴ്സ് ആണ് നമുക്ക് പാർട്ട് 1 പഠിക്കാനുള്ളത്. ഇനി പാർട്ട് 2 നമുക്ക് നോക്കാം. പാർട്ട് 2 ചാപ്റ്റേഴ്സിൽ നമുക്ക് 4 ചാപ്റ്റേഴ്സ് ആണ് പഠിക്കാനുള്ളത്.
4 ചാപ്റ്റേഴ്സും അതിൽ ഈ 3 പ്രാക്ടിക്കലും 1 തിയറിയുമാണ് വരുന്നത്. നമുക്ക് നോക്കാം. ശാസ്ത്ര പഠനം കമ്പ്യൂട്ടറിലൂടെ എന്ന മലയാളം മീഡിയം ടെക്സ്റ്റിൽ അറിയപ്പെടുന്നതും ഇംഗ്ലീഷിൽ ലേണിംഗ് സയൻസ് ത്രൂ കമ്പ്യൂട്ടേഴ്സ് എന്നറിയപ്പെടുന്ന ചാപ്റ്റേഴ്സിൽ 3 സോഫ്റ്റ്വെയർ ആണ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. ഫസ്റ്റ് വൺ സ്റ്റെലേറിയം, സെക്കൻഡ് വൺ ജിയോജിബ്ര, തേർഡ് വൺ ക്യൂജിസ്. ഈ 3 സോഫ്റ്റ്വെയർ ആണ് നമുക്ക് ഈ ചാപ്റ്ററിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. സ്റ്റെലേറിയം, ജിയോജിബ്ര എല്ലാവരും പഠിച്ചതാണ്, 5ാം ക്ലാസ് മുതൽ പഠിച്ചു വരുന്നതാണ്. അതിൽ ഈ സിമ്പിൾ ആയിട്ട് ചോദിക്കാവുന്ന ക്വസ്റ്റ്യൻസ് മാത്രമേ ഉള്ളൂ. ജിയോജിബ്രയിൽ ഒരു ഇൻപുട്ട് ബാർ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു, അത്ര മാത്രമേ അതിനകത്ത് പഠിക്കാനുള്ളൂ. ക്യൂജിസ് പുതുമയുള്ള ഒരു ചാപ്റ്റർ ആണ്, സിമ്പിൾ ആണ് കേട്ടോ. ദെൻ 8ാമത്തെ ചാപ്റ്റർ ചിത്രങ്ങൾക്ക് ജീവൻ പകരാം, ലെറ്റ്സ് ഗീവ് ലൈഫ് ടു പിക്ചേഴ്സ്. പിക്ചേഴ്സിന് എങ്ങനെ ജീവൻ കൊടുക്കുന്നത്? ആനിമേഷൻ ആണ് അല്ലേ? അപ്പൊ അത് തന്നെ ആനിമേഷൻ പഠിക്കുന്നതാണ്. പുതിയ സോഫ്റ്റ്വെയർ ആണ്. ഓപ്പൺ ടൂൺസ് എന്ന് പറയുന്ന ഒരു പുതിയ സോഫ്റ്റ്വെയർ ആണ് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. ദെൻ 9ാമത്തെ ചാപ്റ്റർ വിവര സംഭരണിയിലേക്ക് അഥവാ ടു ദ ഇൻഫർമേഷൻ സ്റ്റോർ ഹൗസ്. എവിടെയാണ് നമ്മൾ ഇൻഫർമേഷൻ എല്ലാം സ്റ്റോർ ചെയ്ത് വെക്കുന്നത്? കമ്പ്യൂട്ടർ ഭാഷയിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഡേറ്റാബേസിൽ. അപ്പൊ ഡേറ്റാബേസ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു ചാപ്റ്റർ ആണിത്. ഇതും 10ാം ക്ലാസ്സിലെ സ്റ്റുഡൻസിന് പുതുമയുള്ള ഒരു ചാപ്റ്റർ ആണ്. കഴിഞ്ഞ 10ാം ക്ലാസ് വരെ പഠിച്ചത് ഡേറ്റാബേസ് ലിബർ ഓഫീസ് ബേസ് ആണെങ്കിൽ ഇപ്പൊ നമ്മൾ പഠിക്കുന്നത് പുതിയൊരു സോഫ്റ്റ്വെയർ ആണ്. അത് നമുക്ക് പഠിക്കുമ്പോൾ പറഞ്ഞുതരാം. ദെൻ അത് 10ാമത്തെ ചാപ്റ്റർ സോഫ്റ്റ്വെയറും സ്വാതന്ത്ര്യവും എന്ന് പറയുന്ന ഒരു തിയറി ചാപ്റ്റർ ആണ്. സോഫ്റ്റ്വെയർ ആൻഡ് ഫ്രീഡം, സോഫ്റ്റ്വെയറിനെ പറ്റിയും അതിന്റെ നമ്മുടെ പെയ്ഡഡ് സോഫ്റ്റ്വെയറും അൺപെയ്ഡ് ആയിട്ടുള്ള സോഫ്റ്റ്വെയർ ഒക്കെ ഉണ്ട്. നമ്മുടെ ഉബണ്ടുവിന്റെ പ്രാധാന്യമൊക്കെ നമുക്ക് ഈ ചാപ്റ്റർ പഠിച്ചു കഴിയുമ്പോൾ മനസ്സിലാവും. നമ്മൾ വെറുതെ പൈസ കൊടുത്ത് വിൻഡോസ് അപ്ഡേറ്റ് ചെയ്യുന്നതിനേക്കാൾ നല്ലതാണ് ഉബണ്ടു ഉപയോഗിക്കുന്നത് എന്ന് നമുക്ക് ഈ ചാപ്റ്റർ പഠിച്ചു കഴിയുമ്പോൾ നമുക്കത് ഒരു അവയർനെസ് ഉണ്ടാവുന്നതായിരിക്കും. ഈ 10 ചാപ്റ്റേഴ്സേ ഉള്ളൂ 10ാം ക്ലാസ്സിൽ പഠിക്കാനുള്ളത്. എല്ലാവർക്കും സിമ്പിൾ ആയിട്ട് A+ വാങ്ങിക്കാവുന്ന സിമ്പിൾ ചാപ്റ്റേഴ്സ് ആണ്. ഒന്ന് നിങ്ങൾ മനസ്സിലാക്കി ഒന്ന് ചെയ്ത് നോക്കി കഴിഞ്ഞാൽ ഏറ്റവും എളുപ്പമാണ്. തിയറിയുടെ മാർക്ക് കൊണ്ട് കളയരുത്. തിയറി 10 ചാപ്റ്റേഴ്സിൽ നിന്നുള്ളത് തിയറീസ് എന്ന് പറയുന്നത് ടെക്സ്റ്റ് ബുക്കിലുള്ളത് മാത്രമായിരിക്കും ചോദിക്കുന്നത്. ഓക്കെ, അപ്പൊ ടെക്സ്റ്റ് ബുക്ക് നന്നായിട്ട് റീഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ സ്കോർ അച്ചീവ് ചെയ്യാം. അപ്പൊ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ ഫസ്റ്റ് ചാപ്റ്ററിന്റെ പ്രാക്ടിക്കൽ സെക്ഷൻ തുടങ്ങുകയാണ്. അപ്പൊ എല്ലാവരും അനുഗ്രഹിക്കുക. എല്ലാവരും ഈ ചാനൽ മറ്റു കൂട്ടുകാർക്കും കൂടെ ഷെയർ ചെയ്ത് നമ്മുടെ വീഡിയോ മാക്സിമം സബ്സ്ക്രൈബേഴ്സ് ആക്കുക. ഓക്കെ, അപ്പൊ ചാനലിന്റെ സബ്സ്ക്രൈബേഴ്സിന്റെ എണ്ണം കൂടുമ്പോഴാണ് എനിക്ക് വീഡിയോ ഇടാൻ ഒരു പ്രചോദനം ഉണ്ടാവുന്നത്. അപ്പൊ താങ്ക് യു സോ മച്ച്. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. താങ്ക് യു.